അപ്പോൾ നമ്മുടെ ഫിഫ വേൾഡ് കപ്പ് 2026 മറ്റൊരു ദിവസം കൂടി കഴിഞ്ഞിരിക്കുകയാണ്. മൊത്തം 4 കളികളായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ ഒരുപാട് കാത്തിരുന്ന ഒരു പോരാട്ടവീര്യം പ്രതീക്ഷിച്ച ഒരു ദിവസം കൂടിയായിരുന്നു. ഒരുപാട് നല്ല ടീമിന്റെ ഒരു ഗെയിം കൂടിയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്നത്. ഇന്നത്തെ ദിവസം നടന്നത് രാവിലെ 8 ഇന്നലെ സത്യം പറഞ്ഞാൽ ഉറക്കം കിട്ടിയിട്ടില്ല എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അത്രയും നേരം തൊട്ട് ഈ ഒരു മൊമെന്റ് വരെ ഗെയിം തന്നെയായിരുന്നു. അപ്പൊ നമ്മൾ ടീമിലേക്ക് കടക്കുകയാണെങ്കിൽ ഫസ്റ്റ് നടന്നത് ഖത്തർ വേഴ്സസ് സ്വിറ്റ്സർലാൻഡ് ആയിരുന്നു. അതൊരു സമനിലയിലാണ് അവസാനിച്ചത്. പക്ഷെ അതിന്റെ പേരിൽ വലിയൊരു വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കുമാണ് ഫിഫ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ടുള്ള ഒരു വിവാദങ്ങൾക്കാണ് ഇപ്പോൾ വഴിവെച്ചിരിക്കുന്നത്. പിന്നെ അടുത്ത കളി വരുന്നത് ബ്രസീൽ ആൻഡ് മൊറോക്കോ. നമ്മൾ ഏറ്റവും കൂടുതൽ കാത്തിരുന്ന ഒരു മാച്ച് കൂടിയായിരുന്നു. ബ്രസീൽ ആരാധകർ ഒന്നടങ്കം വെയിറ്റ് ചെയ്ത ഒരു മൊമെന്റ് ആയിരുന്നു. പക്ഷേ വേണ്ട രീതിയിൽ അത്ര അവർക്ക് പെർഫോം ചെയ്യാൻ പറ്റിയിട്ടില്ല എന്ന് തോന്നി. എന്തൊക്കെ പറഞ്ഞാൽ സമനിലയായിരുന്നു. എന്നാലും ബ്രസീലിന്റെ ഒരു പൊട്ടൻഷ്യൽ അവിടെ വന്നിട്ടില്ല എന്നുള്ളൊരു ഒരു പറയൽ എല്ലാ ഭാഗത്തുനിന്നും കിട്ടുന്നുണ്ട്. എസ്പെഷ്യലി ബ്രസീലിന്റെ കോച്ച് കൂടി വരെ വിമർശിച്ച ഒരു രംഗത്തെത്തിയിരുന്നു. അതുകൊണ്ടാണ് ഈ ഒരു ദിവസം വളരെയധികം വിമർശനങ്ങൾക്കും വിവാദങ്ങൾക്കും വഴിവെച്ചു എന്ന് നേരത്തെ പറഞ്ഞത്. പിന്നെ തേർഡ് മാച്ച് വന്നിട്ട് ഹെയ്ത്തി ആൻഡ് സ്കോട്ട്ലാൻഡിന്റെയാണ്. അപ്പം അതും ഒരു നല്ലൊരു വിജയം സ്കോട്ട്ലാൻഡിന് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം സ്കോട്ട്ലാൻഡ് വിജയിക്കുന്ന ഒരു ദിവസമായിരുന്നു ഇന്നലെ ഉണ്ടായിരുന്നത്. കാരണം 1998 ഫസ്റ്റ് സ്കോട്ട്ലാൻഡ് ലോകകപ്പിന് വേണ്ടി ഒരു ഗോൾ ഇടുന്നത്. അതിനുശേഷം ഇപ്പോഴാണ് ഒരു മൂവ്മെന്റ് ഉണ്ടായിരിക്കുന്നത്. നെക്സ്റ്റ് ടീം വന്നിട്ട് ഗ്രൂപ്പ് ഡിയുടെ മാച്ച് ആയിരുന്നു ഓസ്ട്രേലിയ വേഴ്സസ് ടർക്കി. അതും ഓസ്ട്രേലിയയുടെ ഒരു ഡോമിനൻസ് തന്നെയായിരുന്നു. 2-0 എന്നുള്ള ഒരു രീതിയിലാണ് ഗോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇനി നമുക്ക് അനാലിസിസിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വിറ്റ്സർലാൻഡും ഖത്തറും തമ്മിലായിരുന്നു. 17ാമത്തെ മിനിറ്റിലാണ് സ്വിറ്റ്സർലാൻഡ് ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഖത്തറിന്റെ ഗോൾ കീപ്പർ മഹദൂദ് അബുനാനിക്ക് ഒരു ഫൗൾ ലഭിച്ചു. ആ ഫൗളിന്റെ ഇതിൽ പെനാൽറ്റി മുതലാക്കി സ്ട്രൈക്കർ ബ്രീൽ എംബോള എന്ന് പറയുന്ന പ്ലെയർ ആണ് സ്വിറ്റ്സർലാൻഡിന് വേണ്ടി ഫസ്റ്റ് ഗോൾ അടിക്കുന്നത്. 17ാമത്തെ മിനിറ്റിലാണ് ഫസ്റ്റ് ഗോൾ എന്ന് ഓർക്കണം. അതൊരു വലിയ വിവാദമായിരുന്നു. കാരണം ആ പെനൽറ്റി ഓഫ് സൈഡ് ആയിട്ട് പോയി. അപ്പം ഓഫ് സൈഡ് റൂൾ എന്ന് പറയുമ്പോൾ അവിടെ ഒരു ഗോൾ അനുവദിക്കാൻ പാടില്ല, അല്ലെങ്കിൽ ഒരു പെനൽറ്റി അനുവദിക്കാൻ പാടില്ല. അപ്പം അതൊരു വലിയ വിഷയമായിട്ട് മാറിയായിരുന്നു. ഫിഫയ്ക്ക് എതിരായിട്ട് ഒരുപാട് വിമർശനങ്ങൾ വരികയുണ്ടായി ഈ ഒരു മാച്ചിൽ. ഒരു പക്ഷെ അതില്ലെങ്കിൽ സ്വിറ്റ്സർലൻഡ് ജയിക്കുമോ എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. അതെ, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമുക്ക് തന്നെ തോന്നും ഇത് പെനാൽറ്റി അനുവദിക്കാൻ പറ്റില്ലല്ലോ എന്നുള്ള രീതിയിൽ. പക്ഷെ അതിന് വേണ്ടിയിട്ട് ഫിഫയോ അതുപോലെ വാർ ടീമോ ഇടപെടുകയോ ഒന്നും ചെയ്തിട്ടില്ല. അതിന്റെ പേരിലാണ് ഫസ്റ്റ് ഇഷ്യൂ ഇതിലുണ്ടാകുന്നത്. അപ്പം ഈ ഒരു സ്വിറ്റ്സർലാൻഡ് ഒരു മറുപടി അല്ലെങ്കിൽ ഒരു ആൻസർ എന്നുള്ള നിലയിൽ 94ാമത്തെ മിനിറ്റിലാണ് നമ്മുടെ ഖത്തറിന്റെ ക്യാപ്റ്റൻ ആയിട്ടുള്ള കോക്കി ഒരു ഗോൾ അടിക്കുന്നത്. അങ്ങനെയാണ് ആ ഒരു മാച്ച് സമനിലയിൽ അവസാനിക്കുന്നത്. അപ്പം അതാണ് ഫസ്റ്റിന്റെ ഒരു അനാലിസിസ് എന്ന് പറയുന്നത്. അതിലൊരു വലിയൊരു ഇത് പറയേണ്ടത് ആ ഓഫ് സൈഡിന്റെ സംഭവം തന്നെയായിരുന്നു. അതിലെടുത്ത് പറയണത് ഫിഫയ്ക്കെതിരെയാണ് ആരോപണങ്ങൾ ഏറ്റവും കൂടുതൽ ഉയർന്നിരിക്കുന്നത്. അതിന് ഫിഫ തന്നെ ഒരു മറുപടി നൽകിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെമി ഓട്ടോമേറ്റഡ് ഓഫ് സൈഡ് സാങ്കേതികവിദ്യ സജ്ജമാക്കിയിരുന്നു ഫിഫ എന്നാണ് അവർ പറയുന്നത്. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതേ ഒരു സിറ്റുവേഷൻ കഴിഞ്ഞ കളിയിൽ കാനഡയും ബോസ്നിയയും തമ്മിൽ ഇതേ ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ ഈ ഫിഫ കൃത്യമായിട്ട് ഇതിൻ്റെ ആനിമേഷൻ കാര്യങ്ങളെല്ലാം റീപ്ലേ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എന്തുകൊണ്ട് സ്വിറ്റ്സർലൻഡും ഖത്തറിലും ഈ ഒരു മാച്ച് വന്നപ്പോൾ ഈ ഒരു കാര്യം വന്നപ്പോൾ എന്തുകൊണ്ട് അവരത് റീപ്ലേ ചെയ്യുന്നില്ല എന്നൊരു ചോദ്യമാണ് അവർ ഉന്നയിക്കുന്നത്. പിന്നെ പൊസഷന്റെ കാര്യം പറയുകയാണെങ്കിലും സ്വിറ്റ്സർലാൻഡ് തന്നെയായിരുന്നു ലീഡിൽ നിൽക്കുന്നുണ്ടായിരുന്നത്. ഏകദേശം ഒരു 68% സ്വിറ്റ്സർലാൻഡിന്റെ പൊസഷൻ വന്നിട്ട്. ഇനി നമുക്ക് നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാം. നെക്സ്റ്റ് മാച്ചിലേക്ക് പോവാണെങ്കിൽ നമ്മൾ ഏവരും ഉറ്റുനോക്കിയിരുന്ന ഒരു മാച്ചായിരുന്നു ബ്രസീൽ വേഴ്സസ് മൊറോക്കോ. രണ്ടും നല്ല കിടിലൻ ടീമാണ്. അപ്പം 5 ലോകകപ്പ് നേടിയ ബ്രസീലും കഴിഞ്ഞ ലോകകപ്പിൽ അത്രയും അവരുടെ ഒരു മികവ് കാണിച്ച ഒരു ടീമായിരുന്നു മൊറോക്കോ. അപ്പം അത് കാണാൻ വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുന്നതായിരുന്നു. പക്ഷേ അതെന്തോ ഒരു നിരാശയ്ക്ക് വകവെച്ചു എന്ന് വേണമെങ്കിൽ പറയേണ്ടി വരും. കാരണം ഫസ്റ്റ് ഹാഫിൽ മൊറോക്കോയുടെ ഒരു ഭയങ്കര ഡോമിനൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. അവര് ഒരിക്കലും അവരെ മിഡ്ഫീൽഡ് ആയിക്കോട്ടെ ഡിഫെൻസീവ് സൈഡ് ആയിക്കോട്ടെ എല്ലാം ഭയങ്കര ക്ലിയർ പക്കയായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ നമ്മുടെ ബ്രസീൽ സൈഡിലെ മിഡ്ഫീൽഡ് കുറച്ച് ഡൗൺ ആയിരുന്നു. എന്തൊക്കെ പറഞ്ഞാലും മിഡ്ഫീൽഡിൽ ഉണ്ടായിരുന്ന കാസിമിറോ ആയാലും മിഡ്ഫീൽഡ് കുറച്ചൊന്ന് ഡൗൺ ആയിരുന്നു. ബോൾ പാസ് ചെയ്യുമ്പോൾ ആ പാസ് കറക്റ്റായിട്ട് എത്താത്ത പോലെ നമുക്ക് കാണുമ്പോൾ ഒരു ഫീൽ ഉണ്ടാവുമല്ലോ. അതും ഒരു എന്തോ ബ്രസീലിന് എന്തോ ഒരു പ്രശ്നം പറ്റിയെന്ന് തോന്നി. അപ്പൊ ഫസ്റ്റ് ഗോൾ അടിക്കുന്നത് മൊറോക്കോയാണ്. ഫസ്റ്റ് ഗോൾ ഇസ്മായിൽ സെബാലി ആണ് മൊറോക്കോയ്ക്ക് വേണ്ടി അടിക്കുന്നത്. പിന്നെ ബ്രസീലിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ വളരെ മോശം പ്രകടനമായിരുന്നു എന്നാണ് പലരും വിലയിരുത്തപ്പെടുന്നത്. കാരണം ഒന്നാമത് തന്നെ ബ്രസീലിൻ്റെ സ്വന്തം നെയ്മർ ഇറങ്ങിയിട്ടില്ല കളിക്കാൻ. മാത്രമല്ല ഫസ്റ്റ് ഹാഫ് മുഴുവൻ മൊറോക്കോ കൊണ്ടുപോയി. ബ്രസീൽ ഫസ്റ്റ് ഹാഫിൽ തന്നെ ഒരു ഗോൾ അടിക്കുന്നുണ്ട്. 32ാമത്തെ മിനിറ്റിലാണ് ഗോൾ അടിക്കുന്നത്. വിനീഷ്യസ് ജൂനിയർ നേടിയ മാന്ത്രിക ഗോളാണ് ബ്രസീലിന് ആ സമയത്ത് നമ്മളെ പിടിച്ചു നിർത്തിയത്. അതുകൊണ്ട് സമനിലയിൽ
നിന്നു. അപ്പോൾ ഇതിനെതിരെ ബ്രസീലിൻ്റെ കോച്ച് കൂടിയായ കാർലോ വലിയൊരു വിമർശനങ്ങളാണ് ഈ ടീമിനെതിരെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം അതും വലിയൊരു വിവാദങ്ങൾക്കാണ് ഈ ദിവസം വഴിവെച്ചിട്ടുള്ളത്. സെക്കൻഡ് ഹാഫിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആ ഒരു കാസിമിറോയ്ക്കും പിന്നെ ഒരു മിഡ്ഫീൽഡറിനും ഒരു രണ്ട് യെല്ലോ കാർഡ്സ് ആണ് ബ്രസീൽ നേടിയത്. അതുകൊണ്ട് തന്നെ സെക്കൻഡ് ഹാഫിൽ 2 സബ്സ്റ്റിറ്റ്യൂട്ട്സിനായിരുന്നു അവർ ആ മിഡ്ഫീൽഡ് ഇറക്കിയത്. ആ മിഡ്ഫീൽഡ് എന്തുകൊണ്ടും നല്ലൊരു മിഡ്ഫീൽഡ് ചെയ്തിരുന്നു. സെക്കൻഡ് ഹാഫിൽ ബ്രസീലിന്റെ ഒരു തിരിച്ചുവരവ് കുറച്ചൊന്നും കാണാൻ പറ്റിയിരുന്നു. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു പ്ലെയർ ആണ് വിനീഷ്യസ് ജൂനിയർ. വിനീഷ്യസ് ജൂനിയറിന്റെ ഒരുപാട് നല്ല ഷോട്ട്സ് വിനീഷ്യസ് ജൂനിയർ അവിടെ കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്തുകൊണ്ടോ ബാക്കി ടീം മെമ്പേഴ്സിന്റെ ആ ഒരു ഇതില്ലാത്തതുകൊണ്ട് ആ ഒരു ടീമിന്റെ ഒരു പവർ ലാക്കിംഗ് ആയിരുന്നു. പക്ഷെ വിനീഷ്യസ് ജൂനിയർ മാൻ ഓഫ് ദ മാച്ച് ആയിരുന്നു. അപ്പം അത്രയും ഒരു നല്ലൊരു മാച്ച് ആയിരുന്നില്ല, അല്ലെങ്കിൽ നല്ലൊരു ഇത് കൊടുത്തിരുന്നില്ല ബ്രസീലിന്റെ ഭാഗത്തുനിന്ന്. നമ്മൾ വിചാരിക്കുന്ന ഒരു പൊട്ടൻഷ്യൽ ബ്രസീലിന്റെ സൈഡിൽ നിന്ന് ഇപ്രാവശ്യം വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ എനിക്ക് തോന്നുന്നു നമ്മുടെ ഇഞ്ചുറി ടൈമിൽ ഗോൾ കീപ്പർ അലിസൺ നടത്തിയ പല രക്ഷപ്പെടുത്തലുകളാണ് ബ്രസീലിനെ 1-1 എന്ന പോയിന്റിലേക്കെങ്കിലും എത്തിക്കാൻ സാധിച്ചത്. അതും ഇല്ലാന്നുണ്ടെങ്കിൽ ബ്രസീൽ 1-0 നിൽക്കേണ്ടി വന്നാണ്. അത് ബ്രസീൽ ആരാധകർക്ക് വലിയൊരു നിരാശയ്ക്ക് വഴിവെച്ചാണ്. എങ്കിലും സമനില കിട്ടിയിട്ടുണ്ട്. പക്ഷേ നോട്ട് സാറ്റിസ്ഫൈഡ് ആണ് ബ്രസീൽ ഫാൻസ്. അപ്പോൾ നമുക്ക് അടുത്ത കളിയിൽ ബ്രസീൽ എന്താകുന്നു കണ്ടു തന്നെ അറിയേണ്ടതാണ്. നെയ്മർ ഇറങ്ങോ എന്നും കൂടിയുള്ള ഒരു ചോദ്യം കൂടി നിലനിൽക്കുകയാണ്. നെക്സ്റ്റ് നമ്മുടെ ടീം വന്നിട്ട് ഹെയ്ത്തി ആൻഡ് സ്കോട്ട്ലാൻഡിന്റെ ആയിരുന്നു. ഗ്രൂപ്പ് സി മാച്ചിൽ ഇറങ്ങിയവരാണ് ഈ 2 ടീം. അപ്പം ഹെയ്ത്തി സ്കോട്ട്ലാൻഡിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ സ്കോട്ട്ലാൻഡിനെയാണ് കുറച്ചും കൂടി എടുത്ത് പറയേണ്ടത്. 1998 അവർ വേൾഡ് കപ്പിന് കളിച്ചൊരു ഗോൾ നേടി. ഇപ്പോഴാണ് 2026 അവർ വീണ്ടും ഇറങ്ങുന്നത്. ഒരു ലോങ് ഗ്യാപ്പിന് ശേഷമാണ് അവർ എത്തുന്നത്. അത് അവരുടെ ഓപ്പണിംഗ് മാച്ചിൽ തന്നെ അവരൊരു ഗോൾ നേടി വിജയിക്കുകയാണ് ഉണ്ടായത്. അത് നമുക്ക് പറയാണ്ടിരിക്കാൻ പറ്റില്ല. ഒരുപാട് നല്ല ഡോമിനേറ്റിംഗ് ആയിട്ട്, അതായത് ഇപ്പം ഹൈത്തി ഒരുപാട് ഡോമിനേഷൻ കാണിച്ചിരുന്നുവെങ്കിലും നമ്മുടെ സ്കോട്ട്ലാൻഡ് അവർക്കെതിരെ നല്ല രീതിക്ക് ഒരു മറുപടി കൊടുത്ത് ആ ഒരു വിജയം കരസ്ഥമാക്കുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ 36 വർഷങ്ങളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു ഗോൾ അടിക്കുന്നത് നമ്മുടെ ജോൺ മക്ഗിന്നാണ് സ്കോട്ട്ലാൻഡിന് വേണ്ടിയിട്ട് ഈ ഒരു അത്യുജ്വലമായ ഒരു വിജയം നേടുന്നത്. അപ്പോൾ വൺ ഓഫ് ദ ബെസ്റ്റ് കളിയും തന്നെ നമുക്ക് പറയാൻ പറ്റിയ ഒരു മാച്ച് കൂടി ആയിരുന്നു അത്. 28-ാം മിനിറ്റിലായിരുന്നു ഈ ഒരു സ്കോർ നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ സെക്കൻഡ് ഹാഫിൽ പിന്നെ നമുക്ക് ഹെയ്ത്തി സമനില പിടിച്ചോ എന്ന് തോന്നി. പക്ഷേ ഫ്രോഞ്ചി പിയോ എന്ന് പറയുന്ന പ്ലെയർ ആളുടെ ഒരു ഹെഡർ ഉണ്ടായിരുന്നു. പക്ഷെ അത് പോസ്റ്റിൽ തട്ടി തെറിച്ചു പോയായിരുന്നു. അതുകൊണ്ടാണ് സമനില എത്തിയത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സ്കോർ കൂടിയാൻ ആ ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു. ജസ്റ്റ് മിസ്സിനാണ് അത് ഹെഡ് പോയത്. പിന്നെ നമ്മുടെ നെക്സ്റ്റ് മാച്ച് ഗ്രൂപ്പ് ഡിയുടെ മാച്ച് ആയിരുന്നു, ഓസ്ട്രേലിയ വേഴ്സസ് ടർക്കി. ഓസ്ട്രേലിയയെയും നമ്മൾ നല്ല രീതിയിൽ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ് ഓസ്ട്രേലിയ. അപ്പൊ ഇങ്ങനെ സ്കോർ ബോർഡ് വരുന്നത് 2-0 ആണ്. ഓസ്ട്രേലിയയാണ് 2-0. അപ്പോൾ ഓസ്ട്രേലിയയാണ് 2-ൽ നിൽക്കുന്നത്. വളരെ നല്ലൊരു മാച്ച് തന്നെയായിരുന്നു. 2-0 ആണ് നിൽക്കുന്നത്. സമനിലയല്ല, മറ്റൊരാൾ ഗോൾ അടിച്ചിട്ടുണ്ടോ അതും ഇല്ല. ഓസ്ട്രേലിയ നല്ലൊരു ഡോമിനേഷൻ തന്നെ അവിടെ ഉണ്ടായിട്ടുണ്ട് ഓസ്ട്രേലിയക്ക്. അപ്പോൾ ഓസ്ട്രേലിയക്ക് വേണ്ടി ഗോൾ അടിച്ചിട്ടുള്ളത് 27th മിനിറ്റിൽ എൻ ഇറാൻ, അതുപോലെ തന്നെ 75 മിനിറ്റിൽ സി മെറ്റാകാൽഫ് എന്ന് പറയുന്ന 2 പ്ലേയേഴ്സ് ആണ് ഓസ്ട്രേലിയക്ക് വേണ്ടി ആ 2 ഗോൾ നേടിക്കൊടുത്തിട്ടുള്ളത്. അപ്പം ഇതൊക്കെയാണ് കഴിഞ്ഞ ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഈ ദിവസത്തെ ഒരു ഒരു അനാലിസിസ് അല്ലെങ്കിൽ ഒരു ഫിഫ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ മാച്ചുകൾ നടന്നൊരു ദിവസമാണെന്ന് തോന്നുന്നു. ഇത്രയും അധികം മാച്ചുകൾ. നാളെയും ഇതുപോലെ തന്നെയാണ്, ഒരുപാട് മാച്ചുകൾ നടക്കുന്ന ഒരു ദിവസം കൂടിയാണ്. പിന്നെ നാളത്തെ കാര്യം മാത്രമല്ല, ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഇന്ന് ഒരു മാച്ചും കൂടി ഉണ്ട്. 10:30 നമ്മുടെ ഇന്ത്യൻ ടൈം 10:30 മാച്ച് വരുന്നത്. അപ്പോൾ 2014 ചാമ്പ്യൻസ് ആയി മാറിയ ജർമ്മനി അവരുടെ മാച്ചാണ് നടക്കാൻ പോകുന്നത്. അപ്പം അതും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിരിക്കുന്നതാണ്. കാരണം ആ ഒരു 2014 കഴിഞ്ഞപ്പോൾ ജർമ്മനിക്ക് ഉണ്ടായ ഫാൻസ് ചെറുതൊന്നുമല്ല. അപ്പം എന്തായാലും ജർമ്മനി ഫാൻസിന് ഇന്ന് നല്ലൊരു ദിവസമായിരിക്കട്ടെ എന്ന് ജർമ്മനി ഫാൻസിന് ആഘോഷിക്കാൻ ഒരു വകയുണ്ടാകട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. അപ്പൊ കഴിഞ്ഞ ദിവസം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഫിഫയുടെ ആ ഒരു ഫീല് വന്നത് കഴിഞ്ഞ ദിവസമാണെന്ന് തോന്നുന്നു. ബ്രസീൽ ഇറങ്ങി, ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായി, ഒരുപാട് മത്സരങ്ങൾ നടന്നു. അപ്പൊ ഇനിയുള്ള ദിവസങ്ങൾ അങ്ങോട്ടെല്ലാം ഇതുപോലെ ശക്തമായ മത്സരങ്ങളും അതുപോലെ തന്നെ വിവാദങ്ങളൊക്കെ നിറഞ്ഞ ഒരു ഫിഫ ആയിരിക്കും നമ്മൾ പ്രതീക്ഷിക്കാനുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ദിവസത്തെ മാച്ച് ഏതൊക്കെയാണെന്ന് നോക്കാം അല്ലേ. അപ്പോൾ അടുത്ത കളി വരുന്നത് ജർമ്മനിയുടെയും കുറാസയോടെയാണ്. ഇന്ന് രാത്രിയാണ്, 10:30 PM ആണ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം. പിന്നെ വരുന്നത് നാളത്തെ മാച്ചാണ്. നാളെ പുലർച്ചെ നെതർലാൻഡ്സ് വേഴ്സസ് ജപ്പാൻ. ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 1:30 നെതർലാൻഡ് വേഴ്സസ് ജപ്പാന്റെ മാച്ച് നടക്കുന്നത്. പിന്നെ വരുന്നത് ഇവോറി കോസ്റ്റ് ആൻഡ് എക്കഡോർ ആണ്. 4:30 AM ആണ് നെക്സ്റ്റ് കളി വരുന്നത്. പിന്നെ വരുന്നത് നമ്മുടെ ഗ്രൂപ്പ് എഫിന്റെ മാച്ചസ് ആണ്. അത് സ്വീഡൻ വേഴ്സസ് ടുണീഷ്യ. നമ്മുടെ ഇന്ത്യൻ ടൈം 7:30 നമ്മുടെ സ്വീഡൻ വേഴ്സസ് ടുണീഷ്യയുടെ മാച്ച് നടക്കുന്നത്. പിന്നെ നെക്സ്റ്റ് മാച്ച് നാളത്തെ എന്ന് പറയുന്നത് സ്പെയിൻ വേഴ്സസ് കാബോ വെർഡെ. 9:30 PM ആണ്, നൈറ്റാണ് കളി. അപ്പോൾ സ്പെയിൻ്റെ കളി കാണാൻ കാത്തിരിക്കുന്ന ആരാധകർക്ക് നാളെ രാത്രി 9:30 സമയം, മറക്കണ്ട.
സ്പെയിൻ വൺ ഓഫ് ദ ബെസ്റ്റ് ടീമാണ് നമ്മുടെ ഫിഫയിൽ. അപ്പോൾ സ്പെയിൻ ആരാധകർ സ്റ്റേ ട്യൂൺ ചെയ്തിരിക്കുക. അപ്പോൾ നമ്മൾ കാത്തിരിക്കുന്ന 2 മാച്ചസ് ആണുള്ളത്, ഒന്ന് ജർമ്മനി പിന്നെ ഒന്ന് സ്പെയിൻ. രണ്ടും നമുക്ക് അങ്ങനെ ഉറക്കൊഴിക്കേണ്ട കാര്യമില്ല. ഏകദേശം നല്ല ടൈമിലാണ് രണ്ടും വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് എന്തായാലും നാളെ എന്താണ് ഉണ്ടാവാൻ പോകുന്നത്, അതുപോലെ ഇന്ന് ജർമ്മനി എങ്ങനെയായിരിക്കും കാഴ്ചവെക്കാൻ പോകുന്നത് പിന്നെ കാണാം. ബൈ.